നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വേനലിന് മുൻപേ സംസ്ഥാനത്ത് താപനില ഉയരുന്നു. എൽ നിനോ പ്രതിഭാസമാണ് ഇത്തവണത്തെ ചൂട് ഉയരുന്നതിന് കാരണമെന്നാണ് നിഗമനം. പസഫിക് സമുദ്രോപരിതലം ചൂട് പിടിക്കുന്ന പ്രതിഭാസമാണ് എൽ നിനോ. അപ്രവചനീയമായ കാലാവസ്ഥാ വ്യതിയാനമാണ് എൽ നിനോ കാരണം ഭൂമിയിൽ ഉണ്ടാകുക. എൽ നിനോ പ്രതിഭാസം കാരണം ഈ വർഷം വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. മാർച്ച് മുതലാണ് വേനൽ ആരംഭിക്കുന്നതെങ്കിലും ഇക്കൊല്ലം ഫെബ്രുവരി ആദ്യം മുതൽ തന്നെ കനത്ത ചൂടാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും പതിവിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടുകയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ കണക്കുകൾ പറയുന്നു. സീസണിലെ ഏറ്റവും ഉയർന്ന ചൂട് കണ്ണൂരിലാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം 37.7 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. മാർച്ച് മുതലാണ് സംസ്ഥാനത്ത് വേനൽക്കാലം ഔദ്യോഗികമായി തുടങ്ങുന്നത്. ഇത്തവണ വേനലിലെ ചൂട് ഫെബ്രുവരിയിൽ തന്നെ തുടങ്ങി. മിക്ക ജില്ലകളിലും ശരാശരി 30 ഡിഗ്രിക്ക് മുകളിലാണ് പകൽ സമയത്തെ ശരാശരി താപനില. ഉയർന്ന താപനിലയിൽ വർധനവാണ് പലയിടത്തും രേഖപ്പെടുത്തുന്നത്. ഫെബ്രുവരി 5 കോഴിക്കോട് സിറ്റിയിൽ ഉയർന്ന താപനിലയിൽ സാധാരണയിലും അതായത് 3 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലും കോട്ടയം, ആലപ്പുഴ, കണ്ണൂർ സ്റ്റേഷനുകളിൽ 2 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലും ഉയർന്ന താപനില രേഖപ്പെടുത്തി. പുനലൂർ, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ, ജനുവരി മാസങ്ങളിൽ കാര്യമായ മഴ ലഭിക്കാതിരുന്നത് ഫെബ്രുവരിയിൽ ചൂട് തുടരാൻ കാരണമാകുന്നുണ്ട്. ഇടുക്കി, മൂന്നാർ മേഖലകളിൽ ഒരാഴ്ച മുമ്പ് വരെ തണുപ്പ് അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും ഈ ദിവസങ്ങളിൽ ചൂട് ഉയർന്ന തോതിലാണ്. ഇനി എന്താണ് ഈ എൽ നിനോ പ്രതിഭാസമെന്ന് വിശദമായി നോക്കാം. ഏതാനും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഭൂമിയിൽ അനുഭവപ്പെടുന്ന സവിശേഷ കാലാവസ്ഥയാണ് എൽ നിനോ. ഭൂമിയിൽ നിലവിലുള്ള മഴയുടെയും ചൂടിന്റെയും കാറ്റിന്റെയും ഒക്കെ ഗതിയും ദിശയും കാലവും മാറ്റുന്നതാണ് ഈ പ്രതിഭാസം. എൽ നിനോ നീണ്ടു നിൽക്കുന്നത് ഏതാനും മാസങ്ങളിലേക്കാണെങ്കിലും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ലോകത്തെ നിലവിലുള്ള കാലാവസ്ഥാ താപനില വ്യവസ്ഥകളെ തന്നെ മാറ്റിമറിക്കുമെന്ന ഗവേഷകർ ഭയപ്പെടുന്നത്. സമാനമായ എൽ നിനോ പ്രതിഭാസം 2017-18 കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ശേഷം ലോക കാലാവസ്ഥയിലും താപനിലയിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ നേർസാക്ഷികളാണ്. സമീപകാലത്തെ തന്നെ ഏറ്റവും കടുത്ത എൽ നിനോ പ്രതിഭാസം ഉണ്ടായത് 2014-2016 കാലഘട്ടത്തിലായിരുന്നു. ലോക കാലാവസ്ഥാ നിർമ്മിതിയെ തന്നെ തച്ചു തകർത്ത കാലഘട്ടമായിരുന്നു അത്. ആഗോള താപനില തന്നെ 2016 ശേഷവും അതിന് മുൻപും എന്ന രീതിയിലാണ് ശാസ്ത്രലോകം ഇപ്പോൾ വിലയിരുത്തുന്നത്. ആ വർഷത്തെയും ആയി താരതമ്യപ്പെടുത്തുമ്പോൾ 2017-18 കാലഘട്ടത്തിലെ എൽ നിനോ ദുർബലമായിരുന്നു എന്നാണ് ശ്രദ്ധേയമായ വസ്തുത. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.